പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ടോയ്ലറ്റിൽ ഈ കാണുന്നതുപോലെ വെള്ളം ലീക്കാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ എളുപ്പത്തിൽ പരിഹരിക്കാം. നമ്മളെല്ലാവരും വെള്ളം ലീക്കാവുന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ കോക്ക് ക്ലോസ് ചെയ്യല്ലേ പതിവ്. അതല്ലാതെ പെട്ടെന്ന് തന്നെ ഇത് പ്രശ്നം പരിഹരിക്കാം. അതിനായി ഫസ്റ്റ് ടാങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ സൈഡിലൊരു ലോക്ക് കാണാം. ഇതിനതില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കണം. ഫ്ലഷ് ടാങ്ക് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഈ കാണുന്നതാണ് അതിൻ്റെ ലിവർ എന്ന് പറയുന്നത്. ഈ ലിവർ നമുക്കൊന്ന് മാറ്റണം, അതിന് അഴിച്ചു മാറ്റണം. അപ്പം അതിനായിട്ട് ചിലതിൻ്റെ ഈ സൈഡിലായിട്ടൊരു ലോക്ക് കാണാം. ആ ലോക്ക് പിടിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ്. അപ്പോൾ നമുക്കതൊന്ന് ഊരിയെടുക്കാം. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ വടി പോലെ നിൽക്കുന്ന ആ ഭാഗം നമുക്ക് അതൊന്ന് അഴിച്ചു മാറ്റണം. ഒന്ന് ഇത്തിരി ശക്തി പിടിച്ചിട്ട് ഒന്ന് വലിച്ചുകൊണ്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഊരിയിട്ട് മാറ്റി വയ്ക്കാം. ആ ലിവറിൻ്റെ അടുത്ത പാർട്സ് നമുക്ക് ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഹോൾഡറിൽ നിന്നൊക്കെ ബൾബ് റിമൂവ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നമുക്കത് തിരിച്ചിട്ട് അത് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ തിരിച്ച് ആ ബൾബ് പോലെ നമ്മൾ ആ ലിവറിനെ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിന് വാഷിനാണ് കംപ്ലൈൻ്റ് ഉള്ളത്. ഇതിനെ നമുക്ക് ഒന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഒന്നുമെങ്കിൽ ഇത് നമുക്ക് തിരിച്ചിട്ട് യൂസ് ചെയ്യാം. ഇതെന്തായാലും തിരിച്ചിട്ടിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് നമുക്ക് തിരിച്ച് ഓക്കെ ആക്കാനായിട്ട് പറ്റില്ല, കാരണം അത്രയ്ക്കും തേഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. വേറെ ഓപ്ഷനൊന്നുമില്ല. വേറൊരു പുതിയൊരു വാഷ് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് പുതിയൊരു വാഷ്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി ടൈറ്റാണ്. ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത്തിരി ടൈറ്റായിരുന്നു. ഞങ്ങൾ ഇത്തിരി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് ഇതിലേക്ക് ഇട്ടത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് അത് തിരിച്ച് ബൾബിലേക്ക് എങ്ങനെയാണോ ഹോൾഡറിലേക്ക് ഇടുക, ബൾബ് എങ്ങനെയാണ് ഇടുക, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലിവർ ഇതിലേക്ക് ഘടിപ്പിക്കും. അത് ചെയ്തതിന് ശേഷം ഇനി ബാക്കി പാർട്സുകളായ ലിവറിൻ്റെ ബാക്കി പാർട്സുകൾ നമുക്കിതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ആ വടി പോലത്തെ ഭാഗങ്ങൾ നമ്മളെടുത്തിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ആ വെള്ളം വരുന്നിട്ട് ഓക്കെ ആയിട്ടുണ്ടോ, നമ്മൾ ചെയ്ത പ്രോസസ്സിങ് ശരിയായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ആംഗിൾ കോക്ക് ഒന്ന് ഓണാക്കിയിട്ട് വെള്ളം വരുന്നുണ്ടോ നോക്കി. വെള്ളം വരുന്നിട്ട് ലീക്ക് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. വെള്ളം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം. ഞാൻ ഫ്ലഷ് ചെയ്യുന്നുണ്ട്. വെള്ളം വന്നു. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്, ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. ലീക്കെല്ലാം മാറിയിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം കൂടി പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കെട്ടിരിക്കുന്ന പുതിയ വാഷാണെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ കിടന്ന് വീർക്കുന്ന ഒരു സമയം നമുക്ക് കൊടുക്കേണ്ടി വരും. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവും കേട്ടോ. എന്നിട്ടും അത് ശരിയായില്ലെങ്കിൽ നമുക്ക് ഈ ലിവറിനാണ് കംപ്ലൈൻ്റ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ലിവറിൻ്റെ ഈ സെറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങി നമുക്കിതുപോലെ തന്നെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്